ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് നിങ്ങളെക്കുറിച്ച് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ്സ് ഷഫിൾഡാണേ. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു നൊസ്റ്റാൾജിയ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ മിസ്സിങ് എനർജിയിലാണ് എന്നാണ് തോന്നുന്നത്. അതേപോലെ അവർക്ക് എന്തോ ഒരു അച്ചീവ്മെൻറ്റ്, ഒരു അബണ്ടൻസ് അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങളെ അറിയിക്കണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ചിലർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടും നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി സ്നേഹം മാത്രമല്ല റെസ്പെക്റ്റും അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, സ്വയം സമ്പാദ്യമൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് അവർ വളരെ റെസ്പെക്റ്റോടെയും സ്നേഹത്തോടെയും ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ചിലർ അവർക്ക് അവരുടെ ഫാമിലിയെക്കുറിച്ചും ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളെ പ്രതി പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെ അവർ അപ്രോച്ച് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു റിജക്ഷൻ വരുമോ എന്നുള്ള ചിന്തകളും അവർക്കുണ്ടായിരുന്നു. നിങ്ങളെ പ്രതി ഒബ്സസ്ഡായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. ഒരു തരം ഒബ്സഷൻ പോലെ അവർക്ക് നിങ്ങളുടെ ചിന്തകൾ വരുന്നുണ്ടായിരുന്നു. ഈ സമയവും മാറി വരും, എല്ലാ സിറ്റുവേഷൻസും സ്റ്റക്ക് സിറ്റുവേഷൻസ് എല്ലാം മാറി ഒരു നല്ല സമയം നിങ്ങൾക്കും വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുമായി ഒരു ഈക്വൽ ബാലൻസിലെത്തണം, ഒരു ഹീലിങ്ങിലെത്തണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ഫാമിലിയുടെ കാർഡ് വന്നിരുന്നത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്നതിനെക്കുറിച്ചും അതേസമയം ആ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ചിന്തകളും ബാക്ക് ഓഫ് ദി മൈൻഡിൽ അവർക്ക് വരുന്നുണ്ടായിരുന്നു. നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്ന ഒരാളാണ്. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായത് എന്നും അവർ വിചാരിക്കുന്നുണ്ടായിരുന്നു. റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്, ജോലിയിലും അറ്റ് എ ടൈം ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്.